പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യ സഖ്യ യോഗം ചേരും. മല്ലികാർജ്ജുൻ ഖർഗെയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പങ്കെടുക്കും. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, SIR തുടങ്ങിയ വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷം തീരുമാനം. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. വീണ്ടും ബൽറാം, വിശദാംശങ്ങൾ. SKN ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് പാർലമെന്റ് സമ്മേളനത്തിന് മുമ്പായി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. ഈ യോഗത്തിൽ പ്രധാനമായും പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നയസമീപനങ്ങൾ, തന്ത്രങ്ങൾ എന്നിവ ആവിഷ്കരിക്കും. പ്രധാനമായും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സമ്മേളനത്തിൽ ഉന്നയിച്ച ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ദേശീയ തൊഴിലുറപ്പ് പദ്ധതി മാറ്റിക്കൊണ്ട്, ഭേദഗതി ചെയ്തുകൊണ്ട് VB G ബിൽ നിയമം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്തെങ്കിലും അത് അവഗണിക്കപ്പെട്ടു. ഇന്നലെ നടന്ന സർവകക്ഷി യോഗത്തിലും ഈ വിഷയം ഉന്നയിച്ചിരുന്നു പ്രതിപക്ഷം. എങ്കിലും ഈ നിയമം പിൻവലിക്കാൻ കഴിയില്ല, മാറ്റം വരുത്താനാകില്ല എന്ന നിലപാടാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ SIRമായി ബന്ധപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ, ഈ വിഷയവും ഉന്നയിക്കാനാണ് തീരുമാനം. ഇതുകൂടാതെയാണ് ഇൻഡോറിലെ ജലദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അത് പാർലമെന്റിൽ ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെടാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. സമാനമായി തന്നെ രാജ്യത്തെ സാമ്പത്തിക മേഖലയിലുള്ള പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങളും ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് അവസരം ലഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ തന്നെയാണ് പ്രതിപക്ഷാംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ സഖ്യ പാർട്ടികളുടെ നേതാക്കൾ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ഏത് തരത്തിൽ ഈ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കും. രാവിലെ 10 മണിക്കാണ് ഈ യോഗം പാർലമെന്റിൽ ചേരുക. ഓക്കെ, താങ്ക് യു ബൽറാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.